നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര കുന്നത്തൃക്കോവിലിലെ ഷഷ്ഠി ആഘോഷത്തിന്റെ ഭാഗമായി രൂപീകരിച്ച ഷഷ്ഠി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പുതുക്കാട് സെന്ററിന് സമീപം ദേശീയപാതയോരത്തെ ടാറിംഗ് മാലിന്യ കൂമ്പാരത്തിൽ ബൈക്ക് ഇടിച്ചുമറിഞ്ഞ് യുവാവ് മരിച്ചു. സ്വാഗത ഗാനാലാപനവുമായി 3-ാം വർഷത്തിലേക്ക്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആലപിക്കാനുള്ള സ്വാഗത ഗാനത്തിന്റെ പരിശീലനത്തിലാണ് ജില്ലയിലെ 50ഓളം അധ്യാപകർ. ശക്തമായ മഴയിൽ വരാക്കര കാളക്കലിൽ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞ് മതിൽ തകർന്നു. ITI പാസ്സായവർക്ക് ജോലിയുമായി കേരള സർക്കാർ തൊഴിൽ നൈപുണ്യ വകുപ്പ്. വാർത്തകൾ വിശദമായി. കൊടകര കുന്നത്തൃക്കോവിലിലെ ഷഷ്ഠി ആഘോഷത്തിന്റെ ഭാഗമായി രൂപീകരിച്ച ഷഷ്ഠി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ സിറ്റി സെന്ററിൽ ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരി PR പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ TV പ്രജിത്ത്, CD സിബി, കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ IK കൃഷ്ണകുമാർ, കൺവീനർ NB ബിജു, ട്രഷറർ ദിനേശ് പരമേശ്വരൻ, പബ്ലിസിറ്റി കൺവീനർ TG അജോ, പ്രഭൻ മുണ്ടയ്ക്കൽ, പൂനിലാർക്കാവ് ക്ഷേത്രം പ്രസിഡന്റ് D നിർമ്മൽ, അൻവർ സാദിഖ്, പ്രദീപ് വാഴക്കാലി എന്നിവർ സംസാരിച്ചു. ഷഷ്ഠി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര മൈതാനിയിൽ ബഹുനില പന്തലും കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ ലൈറ്റ് ഷോയും ഒരുക്കുന്നുണ്ട്. ശനിയാഴ്ചയാണ് പ്രസിദ്ധമായ കൊടകര ഷഷ്ഠി. ഏറ്റവും മനോഹരമായ രീതിയിൽ കഴിഞ്ഞ വർഷവും മുൻകാലങ്ങളിലൊക്കെ ഷഷ്ഠി നടത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോർഡിനേഷൻ കമ്മിറ്റിയുടെ വരവ് ഒരു നല്ല സുഗമമായി ഷഷ്ഠി നടത്തുന്നതിനുള്ളൊരു വരവായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ വർഷം നല്ല ആശയങ്ങളുമായിട്ട് കോർഡിനേഷൻ കമ്മിറ്റി വന്നിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ വളരെ വിജയകരമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം എല്ലാ സെറ്റുകളും സമാധാനപൂർണ്ണമായ അന്തരീക്ഷത്തിൽ കമ്മിറ്റികൾ 21 സെറ്റുകളാണ് ഉള്ളത്. ആ 21 സെറ്റുകളുടെയും ഭാരവാഹികൾ ചേർന്ന് രൂപീകൃതമായതാണ് 3 വർഷം മുമ്പ് കൊടകര ഷഷ്ഠി കോർഡിനേഷൻ കമ്മിറ്റി. ഈ കമ്മിറ്റി അന്ന് രൂപീകരിച്ചത് ഷഷ്ഠിയുമായി ബന്ധപ്പെട്ട് സെറ്റുകൾ 21ആണ്. പലപ്പോഴും ഈ സെറ്റുകൾ തമ്മിൽ വലിയ ആശയക്കുഴപ്പങ്ങളുണ്ടാക്കി ഇടയ്ക്കൊക്കെ ചില സംഘർഷങ്ങളിലൊക്കെ എത്തിച്ചേരുന്ന സ്ഥിതിയുണ്ടായി. പുതുക്കാട് സെന്ററിന് സമീപം ദേശീയപാതയോരത്തെ ടാറിംഗ് മാലിന്യ കൂമ്പാരത്തിൽ ബൈക്ക് ഇടിച്ചുമറിഞ്ഞ് യുവാവ് മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. മലപ്പുറം തിരൂർ സ്വദേശി പൂഴക്കുന്നത്ത് വീട്ടിൽ 28 വയസ്സുള്ള അഭിനന്ദാണ് മരിച്ചത്. ഒല്ലൂർ ആനക്കല്ല് സ്വദേശി 26 വയസ്സുള്ള വിഷ്ണുവിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. പുതുക്കാട് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് വടക്കേ തുറവിലുള്ള താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ദേശീയപാതയോരത്ത് കൂട്ടിയിട്ട ടാറിംഗ് മാലിന്യത്തിൽ ബൈക്ക് ഇടിച്ച് ഇരുവരും റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ബൈക്കിന് പുറകിലിരുന്ന അഭിനന്ദിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഭിനന്ദിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഫോൺ കരാർ കമ്പനിയുടെ തൃശൂർ സൂപ്പർവൈസറാണ് മരിച്ച അഭിനന്ദ്. പുതുക്കാട് വടക്കേ തുറവിലുള്ള വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ദേശീയപാതയിൽ അറ്റകുറ്റപ്പണിക്കായി നീക്കം ചെയ്ത ടാറിംഗ് മാലിന്യമാണ് പുതുക്കാട് ഭാഗത്ത് കൂട്ടിയിട്ടിരുന്നത്. ദേശീയപാതയോട് ചേർന്ന് കൂട്ടിയിട്ട ഈ മാലിന്യത്തിലാണ് ബൈക്ക് ഇടിച്ചു മറിഞ്ഞത്. വെളിച്ചക്കുറവുള്ള ഈ ഭാഗത്ത് മാലിന്യം നിക്ഷേപിച്ചത് അധികൃതരുടെ അനാസ്ഥയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം തൊഴിലാളികളെ എത്തിച്ച് ടാറിംഗ് മാലിന്യ കൂമ്പാരം നിരത്തിയിട്ടു. അപകടത്തെ തുടർന്ന് പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്വാഗത ഗാനാലാപനവുമായി 3-ാം വർഷത്തിലേക്ക്. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആലപിക്കാനുള്ള സ്വാഗത ഗാനത്തിന്റെ പരിശീലനത്തിലാണ് ജില്ലയിലെ 50ഓളം അധ്യാപകർ. തൃശൂർ മോഡൽ ബോയ്സ് സ്കൂളിലാണ് സ്വാഗത ഗാനാലാപനത്തിന്റെ പരിശീലനം നടക്കുന്നത്. 6 മിനിറ്റോളം ദൈർഘ്യമുള്ള ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് കവി രുദ്രൻ വാര്യത്താണ്.
സംഗീതം നൽകിയിരിക്കുന്നതാകട്ടെ അധ്യാപകൻ കൂടിയായ സുന്ദർ പുന്നയൂർക്കുളമാണ്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 50ഓളം അധ്യാപകരാണ് ഗായകർ. കലാ അധ്യാപികയായ അജിത ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഈ 50 അംഗ സംഘം തന്നെയാണ് കഴിഞ്ഞ 3 വർഷമായി ജില്ലാ കലോത്സവത്തിന്റെ സ്വാഗതഗാനവുമായി എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ശക്തമായ മഴയിൽ വരാക്കര കാളക്കല്ലിൽ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞ് മതിൽ തകർന്നു. കാളക്കല്ല് കല്ലംകുളം മൂലംകോട്ടിൽ മനോജിന്റെ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞതോടെ വീട് അപകടാവസ്ഥയിലായി. തൊട്ടടുത്ത വീടിന് മുൻപിലും മണ്ണിടിയാവുന്ന സ്ഥിതിയാണ്. ചൊവ്വാഴ്ച പുലർച്ചെ പെയ്ത മഴയിലാണ് സംഭവം. വ്യാപകമായി മണ്ണിടിഞ്ഞതോടെ മതിൽ തകർന്ന് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞു വീണ് തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അളഗപ്പനഗർ പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. വാൽപ്പാറയിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ സ്കൂൾ കെട്ടിടവും റേഷൻ കടയും തകർന്നു. വാൽപ്പാറ പൊള്ളാച്ചി റോഡിലെ അയ്യർപ്പാടി എസ്റ്റേറ്റിലെത്തിയ കുട്ടിയാന ഉൾപ്പെടെയുള്ള പിടിയാനകളാണ് കെട്ടിടങ്ങൾ തകർത്തത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തി ആക്രമണം അഴിച്ചുവിട്ടത്. വാതിൽ പൊളിച്ചകത്ത് കിടന്ന ആനകൾ സ്കൂളിനുള്ളിലെയും റേഷൻ കടയിലെയും സാധനങ്ങൾ നശിപ്പിച്ചു. കെട്ടിടം തകർത്ത ശേഷം ലയങ്ങൾക്കരികിലേക്ക് വന്ന കാട്ടാനയെ നാട്ടുകാർ പടക്കം പൊട്ടിച്ച് തുരത്തുകയായിരുന്നു. ഈ പ്രദേശങ്ങളിൽ പകൽ സമയത്തും കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട്ടൂർ മുനിയത്തെ താൽക്കാലിക ബണ്ട് തകർന്നു. മഴ മൂലം കരുവന്നൂർ പുഴയിലുണ്ടായ ഒഴുക്കിലാണ് ഉച്ചതിരിഞ്ഞ് ബണ്ട് തകർന്നത്. ഇടബണ്ട് നിർമ്മാണത്തിലെ ജനങ്ങളുടെ ആശങ്ക നേരത്തെ ഉണ്ടായിരുന്നു. കാലപ്പഴക്കം ചെന്ന മുള ഉപയോഗിച്ചായിരുന്നു താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നതെന്നായിരുന്നു പ്രദേശവാസികളുടെ ആരോപണം. കോൾ മേഖലയിൽ കനോലി കനാലിൽ നിന്ന് ഓരുവെള്ളം കയറാതിരിക്കാനാണ് കരുവന്നൂർ പുഴയും കനോലി കനാലും സംഗമിക്കുന്ന മുനയം ഭാഗത്ത് വർഷാവർഷങ്ങളിൽ ലക്ഷങ്ങൾ ചെലവിട്ട് താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത്. ഇവിടെ സ്ഥിരം ബണ്ട് നിർമ്മിക്കണമെന്നത് നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ്. ബണ്ട് പൊട്ടിയതെറിഞ്ഞ് കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ലതയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ചു. ജനങ്ങളുടെ പരാതിയെ തുടർന്ന് നേരത്തെയും ഇവർ സ്ഥലം സന്ദർശിച്ചിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ബണ്ട് നിർമ്മാണത്തിൽ ജനങ്ങൾക്കുണ്ടായ ആശങ്ക സ്ഥലം MLA കൂടിയായ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായും TV ലത പറഞ്ഞു. വൈസ് പ്രസിഡന്റ് VM കമറുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഷീർ, വാർഡ് അംഗം വിമല സുഗുണൻ എന്നിവരും പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. സംഭവത്തിൽ BJP കാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയും രംഗത്ത് വന്നിട്ടുണ്ട്. മുനയം താൽക്കാലിക ബണ്ട് പഴയ മുളകൾ ഉപയോഗിച്ച് നിർമ്മിച്ചത് മൂലം ബലക്ഷയം കൊണ്ട് ബണ്ട് പൊട്ടുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണം നടത്തി അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് BJP കാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ പണി തുടങ്ങിയപ്പോൾ വ്യാപകമായ പരാതി നാട്ടുകാർ ഉന്നയിച്ചിരുന്നതാണ്. ഇതെല്ലാം മറച്ചുവെച്ച് അധികൃതർ ഒത്താശ ചെയ്തത് മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് BJP കുറ്റപ്പെടുത്തി. BJP പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ഷെറിൻ, ജനറൽ സെക്രട്ടറി സുചി നിരോലി, മണ്ഡലം കമ്മിറ്റി അംഗം ധനേഷ് രാജീവ് വേങ്ങശ്ശേരി, ആശിഷ T രാജ്, സുലത ജനാർദ്ദനൻ, വിൻസെന്റ് ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു. തൊട്ടിപ്പാൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തീർത്ഥക്കിണറിൽ നിന്ന് 6 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. രാവിലെ ക്ഷേത്രത്തിലെത്തിയ ഭക്തരാണ് കിണറിൽ പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് വനംവകുപ്പിന്റെ റെസ്ക്യൂ ടീമംഗം അർജുൻ വല്ലച്ചിറ എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. വനപാലകർക്ക് കൈമാറിയ പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു. ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്ക് വെള്ളം എടുക്കുന്ന കിണറിൽ പാമ്പ് വീണതിനെ തുടർന്ന് മേൽശാന്തിയുടെ നേതൃത്വത്തിൽ തീർത്ഥം തെളിച്ച് ശുദ്ധി നടത്തി. ITI പാസ്സായവർക്ക് ജോലിയുമായി കേരള സർക്കാർ തൊഴിൽ നൈപുണ്യ വകുപ്പ്. ഇതിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ സർക്കാർ സ്വകാര്യ ITIകളിൽ നിന്നും പാസ്സായിട്ടുള്ള തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികൾക്കായി കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള പ്രമുഖ കമ്പനികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന തൊഴിൽ മേളയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 10:30 നഗരസഭാ ചെയർമാൻ എബി ജോർജ് നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏകദേശം 100ഓളം കമ്പനികൾ ജോബ് മേളയിൽ പങ്കെടുക്കും. അടിസ്ഥാന ശമ്പളം 10,000-ൽ മുകളിലായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നത്. മുൻ പരിചയമുള്ളവർക്ക് കൂടുതൽ തുകയും കമ്പനികൾ വാഗ്ദാനം നൽകിയിട്ടുള്ളതായി സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ITI പ്രിൻസിപ്പാൾ MA സൗജ, വൈസ് പ്രിൻസിപ്പാൾ രാജേഷ് വി ചന്ദ്രൻ, കോർഡിനേറ്റർ ദീപക് C പീറ്റർ,
മിനി മുകുന്ദൻ, കെ അയ്യപ്പൻ, ബാബു AS തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സർക്കാർ തൊഴിലും നൈപുണ്യവും മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ITI പാസ്സായവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനായി ജില്ലാടിസ്ഥാനത്തിൽ സ്പെക്ട്രം 2024 തൊഴിൽമേള നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ സർക്കാർ SCDD സ്വകാര്യ ഐറ്റികളിൽ നിന്നും പാസ്സായിട്ടുള്ള തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികൾക്കായി കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള പ്രമുഖ കമ്പനികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന തൃശൂർ ജില്ലാ തൊഴിൽ മേളയുടെ ഉദ്ഘാടനം ചാലക്കുടി ITIയിൽ വെച്ച് 5/12/2024 വ്യാഴാഴ്ച രാവിലെ 10:30 ബഹുമാനപ്പെട്ട ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എബി ജോർജ് അവർകൾ നിർവഹിക്കുന്നു. പറപ്പൂക്കര പഞ്ചായത്തിൽ ആലത്തൂർ പ്രദേശത്ത് 4 മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. MLAയുടെ പ്രത്യേക ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ A രാജീവ്, TK സതീശൻ, CPIM ലോക്കൽ സെക്രട്ടറി TR ലാലു തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഒരു വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടാം ഘട്ട പ്രവർത്തനം എന്ന നിലയിലുള്ള ഇതുപോലുള്ള ലൈറ്റുകൾ സ്ഥാപിക്കുന്ന രണ്ടാം ഘട്ട പ്രവർത്തനം എന്ന നിലയിലുള്ള പദ്ധതി നമുക്ക് നടപ്പിലാക്കുന്നത്. അതിപ്പോൾ പലയിടത്തും അതിൻ്റെ അന്നത്തെ ഇതുപോലെയുള്ള സ്ഥാപിക്കൽ നടന്നുകൊണ്ടിരിക്കുക. ചിലയിടങ്ങളിൽ സ്ഥാപിച്ച് കഴിഞ്ഞത് ഇത് വൈകിട്ടല്ലേ പ്രകാശിപ്പിക്കാൻ പറ്റുള്ളൂ. വൈകുന്നേരം 2-3 വെച്ച് ഇങ്ങനെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഉണ്ട്. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 7160 രൂപ, പവന് 57,280 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര കുന്നത്തൃക്കോവിലിലെ ഷഷ്ഠി ആഘോഷത്തിന്റെ ഭാഗമായി രൂപീകരിച്ച ഷഷ്ഠി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പുതുക്കാട് സെന്ററിന് സമീപം ദേശീയപാതയോരത്തെ ടാറിംഗ് മാലിന്യ കൂമ്പാരത്തിൽ ബൈക്ക് ഇടിച്ചുമറിഞ്ഞ് യുവാവ് മരിച്ചു. സ്വാഗത ഗാനാലാപനവുമായി 3ാം വർഷത്തിലേക്ക്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആലപിക്കാനുള്ള സ്വാഗത ഗാനത്തിന്റെ പരിശീലനത്തിലാണ് ജില്ലയിലെ 50ഓളം അധ്യാപകർ. ശക്തമായ മഴയിൽ വരാക്കര കാളക്കലിൽ വീടിനോട് ചേർന്ന് മണ്ണിടിഞ്ഞ് മതിൽ തകർന്നു. ITI പാസ്സായവർക്ക് ജോലിയുമായി കേരള സർക്കാർ തൊഴിൽ നൈപുണ്യ വകുപ്പ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.